നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ഒരു മാസം മുമ്പ് ദമാമിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കോഴിക്കോട് പറമ്പിൽ ബസാർ ചാലിൽ താഴം കൊട്ടുകണ്ടികയിൽ ഫ്രെഡറിക് എഡീന ദമ്പതികളുടെ മകൻ റെനോൾഡ് കിരൺ കുന്ദറിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണം തള്ളി സൗദി പോലീസും ഫോറൻസിക് റിപ്പോർട്ടും. ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് റെനോൾഡിന്റെ കുടുംബം കൊലപാതകമാണെന്ന് ആരോപിച്ചത്. കാസർഗോഡ് ഉദുമ മാങ്ങാട് അംബാപുരം റോഡിൽ താമസിക്കുന്ന പാക്യാര മാങ്ങാടൻ ഹസൈനാറിന്റെയും റാഹിലയുടെയും മകൻ റഖീബ് ദുബായിൽ മരിച്ചു. 25 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. മസ്കറ്റിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒമാനിൽ വീണ്ടും താപനില ഉയർന്നു. വിവിധ പ്രദേശങ്ങളിൽ പകൽ സമയത്തെ ചൂടിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഒമാനിലെ വിമാനത്താവളങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ച. 2024 ഏപ്രിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം 9% വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ഇലക്ട്രിക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസുമായി ഒമാൻ എയർപോർട്ട്സ്. ടെർമിനലിനും പാർക്കിംഗ് ഏരിയകൾക്കുമിടയിൽ യാത്ര സുഗമമാക്കുന്നതിനാണ് പുതിയ ഇലക്ട്രിക് ഷട്ടിൽ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കപ്പൽ വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘമെത്തി. വാസ എക്സ്പ്രസ് എന്ന കപ്പലിൽ സുഡാനിൽ നിന്നെത്തിയ 1407 തീർത്ഥാടകരുടെ ആദ്യ സംഘത്തെ ജിദ്ദ ഇസ്ലാമിക തുറമുഖത്ത് സ്വീകരിച്ചു. സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തെ തുടർന്ന് പൊതു പാർക്കുകളിൽ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി മുഹറഖ് മുനിസിപ്പാലിറ്റി. ലഹരി ഉപയോഗവും നശീകരണ പ്രവണതയും വർദ്ധിച്ചതായി പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വിമാനത്തിൽ ശ്വാസതടസ്സം നേരിട്ട മലയാളി മരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ദമാമിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട മലപ്പുറം സ്വദേശിയായ അഷ്റഫാണ് മരിച്ചത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി ദമാമിൽ മരിച്ചു. ഷാദുലിയ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന മുഹമ്മദ് അലിയാണ് മരിച്ചത്. സ്ട്രോക്ക് വന്ന മുഹമ്മദ് അലിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.